ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജെ കെ സോളാർ പവർ സിസ്റ്റംസ്. നമ്മൾ ഏകദേശം 7 വർഷമായിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിട്ടില്ല എടുത്തൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോസ് കണ്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക. നമ്മൾ മുൻപ് വീഡിയോകളിലൂടെ അറിയിച്ചിരുന്ന പോലെ തന്നെ സോളാർ പ്രൊഡക്റ്റുകളുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കോട്ടയം ജില്ലയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ്. ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒരേ പർപ്പസിന് വേണ്ടി രണ്ട് സോഴ്സുകൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സോഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിനെല്ലാം ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സിംഗിൾ PC ഉപയോഗിച്ചുകൊണ്ട് അതിൽ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു ഡീസൽ ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അതിലൊരു വിൻഡ് ടർബൈൻ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, സ്റ്റോറേജിന് ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോസ്റ്റ് അല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ കൺസിഡർ ചെയ്യുന്നത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽസ്, ഈ IC മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പവർ ഒരു കാരണവശാലും കട്ടാവാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു സോഴ്സിൽ നിന്ന് എപ്പോഴും സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഹൈബ്രിഡ് സിസ്റ്റംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം നേരെ സോളാറിന്റെ മേഖലയായിട്ട് വന്നു കഴിഞ്ഞാൽ സോളാർ ഹൈബ്രിഡ് സിസ്റ്റംസ് വരാൻ തുടങ്ങി. അപ്പോൾ അതായത് നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ട്, കൂടാതെ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നുണ്ട്, KSEB ലൈനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 സോഴ്സുകളിൽ സപ്ലൈ എടുക്കാൻ സാധിക്കും: KSEB ലൈന്, ബാറ്ററി, സോളാർ പാനൽ. അപ്പോൾ ഇതിൽ 3-ൽ ഏതെങ്കിലും നമുക്ക് സപ്ലൈ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഹൈബ്രിഡ് സിസ്റ്റംസ് വെക്കുന്നത് അല്ലെങ്കിൽ വെക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം വീട്ടിൽ സപ്ലൈ വേണം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് KSEB ലൈൻ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഹൈബ്രിഡ് സിസ്റ്റംസ് വെക്കാൻ പറ്റും. ഹൈബ്രിഡിനെ പറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെയും ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെയും ഒരു കമ്പൈൻഡ് വേർഷനാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലുള്ളവർ തന്നെ സ്റ്റോറേജ് ഇവിടെയും ഉണ്ട്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുള്ളവർ തന്നെ എക്സ്പോർട്ട് ഫെസിലിറ്റി, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് KSEB ലേക്ക് എക്സ്പോർട്ട് ആവുന്ന സംവിധാനവും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ബാറ്ററി പാക്കുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി നമ്മുടെ വീടിന്റെ ആവശ്യത്തിന് ചൂസ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ ഉപയോഗവും ലൈവ് പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് നടക്കുന്നു. അതിനുശേഷം മിച്ചം വരുന്നത് മാത്രം KSEB ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ KSEB ലേക്ക് അധികം എക്സ്പോർട്ട് ചെയ്യേണ്ട. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ നല്ലൊരു ശതമാനം ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് രാത്രി സമയത്തേക്കും കൂടെ എടുത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വ്യക്തമായിട്ട് പറഞ്ഞാൽ വീട് ഫുള്ള് ബാക്കപ്പ് വേണം. അപ്പോൾ വീട്ടിൽ ഉള്ള എല്ലാ എക്യുപ്മെന്റ്സിലും ബാക്കപ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നതിനേക്കാളും ഒരു 60 മുതൽ 80% വരെ ചില കേസുകളിൽ കോസ്റ്റ് കൂടാറുണ്ട് ഹൈബ്രിഡ് സിസ്റ്റംസ്. അത് ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ വരുമ്പോൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർലെസ് ആയിട്ടുള്ള IGBT സ്വിച്ച് ഗേഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് ആണ് ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന മിക്കവാറും ഇപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ ലിഥിയം ബാറ്ററീസ് ആണ്. ലെഡ്-ആസിഡ് ബാറ്ററീസ് അങ്ങനെ ഹൈബ്രിഡിൽ അധികം ആരും ഉപയോഗിക്കാറില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ വരുന്നതുകൊണ്ട് ഈ ബാറ്ററിയുടെ കോസ്റ്റ് അഡീഷണൽ വരും. അത് വെക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് അഡീഷണൽ സ്വിച്ച് ഗേഴ്സ് കാര്യങ്ങൾ വരും. പിന്നെ ഹൈബ്രിഡ് ഇൻവെർട്ടറിന് സ്വതവേ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് സാധാരണ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച്. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം ഒരു യൂണിറ്റ് പോലും വേസ്റ്റ് ആവുന്നില്ല. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു ദിവസം ആൾതാമസം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രൊഡക്ഷൻ എല്ലാം വേസ്റ്റ് ആവും. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ പോലും നമുക്ക് പകൽ സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ അന്നത്തെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നേരെ മറിച്ച് ഈ ഹൈബ്രിഡിലാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആളില്ലെങ്കിൽ ബാറ്ററി ഫുള്ളായ ശേഷമുള്ള KSEB കയറിപ്പോഴും അത് നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് പകൽ സമയത്ത് ഉപയോഗിച്ച് ബാക്കിയുള്ളത് KSEB ലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇനി KSEB ലൈനിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് ലൈൻ പൊട്ടി അതുകൊണ്ട് സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമ്മുടെ വീട് ഫുള്ള് റൺ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള സപ്ലൈയും സംവിധാനങ്ങളും ഉണ്ടാവും. പൊതുവെ ഹൈബ്രിഡ് സിസ്റ്റംസ് 5 കിലോവാട്ട് തൊട്ടാണ് കോമൺ ആയിട്ടുള്ളത്. 3 കിലോവാട്ട് ഉണ്ട്, എങ്കിലും 5 കിലോവാട്ട് ആണ് കൂടുതൽ എല്ലാവരും ചെയ്യുന്നത്. 5 കിലോവാട്ട് ഒക്കെ നമുക്ക് അത്യാവശ്യം ഒരു 5 യൂണിറ്റ് 5 കിലോവാട്ട് അവർ സ്റ്റോറേജ് ഉള്ള ബാറ്ററി പാക്ക്, അതായത് 51.2 വോൾട്ട് 100 ലിഥിയം ബാറ്ററി പാക്ക്, അല്ലെങ്കിൽ 48 വോൾട്ട് 100 ലിഥിയം ബാറ്ററി പാക്ക് ഒക്കെ വെച്ച് ഒരു സിസ്റ്റം നല്ല രീതിയിൽ ചെയ്തെടുക്കണം. 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉറപ്പായിട്ടും കോസ്റ്റ് വരും. അത് നമുക്ക് സബ്സിഡി സ്കീമിൽ പോകാം. അപ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ വരും DCR പാനൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതിലും സബ്സിഡി പിന്നെ കുറയും. അപ്പോൾ അങ്ങനെ പല റേറ്റുകൾ, പല കമ്പനികളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച്
കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് ഒക്കെ അനുസരിച്ച് റേറ്റുകൾ വ്യത്യാസം ഉണ്ടാവും. ഹൈബ്രിഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്ത് സിസ്റ്റം ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിൻ്റെ സെറ്റിംഗ്സുകൾ, അതിൻ്റെ ഇൻ്റർഫേസുകളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിപ്പോൾ സിസ്റ്റം കമ്മീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് KSE-ബിൽ നെറ്റ് മീറ്റർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ CT കോയിലൊക്കെ ഇട്ടിട്ട് ഗ്രിഡ് എക്സ്പോർട്ട് ഒക്കെ ഓഫ് ആക്കിയൊക്കെ വെക്കണം, അല്ലെ സീറോ എക്സ്പോർട്ട് ഒക്കെ കൊടുക്കണം. ഇവിടെ പക്ഷേ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഓപ്ഷനുകളിലൂടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വീട്ടിലെ ഉപയോഗം നടക്കും, ബാറ്ററി ചാർജിങ് നടക്കും, ബാക്കപ്പായിട്ട് സാധാരണ ഒരു ഇൻവേർട്ടർ പോലെ ഉപയോഗിക്കാം. എന്നാണോ മീറ്റർ സെറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഓപ്ഷനിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രം മതിയാവും. അഡീഷണൽ ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഹൈബ്രിഡ് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റങ്ങളൊക്കെ വർക്കിംഗ് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ വളരെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ആയിട്ടുള്ളത് കോട്ടയം ജില്ലയും അതുപോലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് കൂടുതലും വർക്കുകൾ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാറ്റ് വീശി പെട്ടെന്ന് കറണ്ട് പോകാൻ സാധ്യതകളും പവർ കട്ട് അടിക്കടി ഉണ്ടാകുന്ന സ്ഥലങ്ങളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ കൂടുതൽ ഒരു 80% ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ സപ്ലൈ വേണം. അപ്പോൾ അതിലുള്ള ഒരു ലാഭനഷ്ടം എന്നതിലുപരി ഫുൾ ടൈം വീട്ടിൽ സപ്ലൈ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇനി ഓൺ ഗ്രിഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റംസ്, ഇതിനെപ്പറ്റിയൊക്കെ നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ്, ടിപ്സ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഓരോന്നിനെപ്പറ്റി സെപ്പറേറ്റ് അറിയാനുള്ളവർ അങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സോളാർ വെക്കാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം, പലർക്കും ഇത് ലാഭനഷ്ടങ്ങളെ പറ്റി പല തർക്കങ്ങളും പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ലാഭം മാത്രം നോക്കി ചെയ്യേണ്ട ഒരു സംഗതിയല്ല സോളാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. കാരണം ഇതിനകത്ത് നമുക്കൊരു പവർ ഫ്രീഡം അല്ലെങ്കിൽ എനർജി ഫ്രീഡം കിട്ടുകയാണ്. നമുക്ക് നമ്മുടെ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി മാക്സിമം ഉപയോഗിക്കാം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, അതായത് ഒരു ഗ്രീൻ എനർജി സോഴ്സ് ആണ് സോളാർ എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് ഗ്രീൻ എനർജി സോഴ്സുകളുണ്ട്. സോളാർ, വിൻഡ്, ടൈഡൽ എനർജി, ജിയോ തെർമൽ, ബയോഗ്യാസ് അല്ലെ ബയോമാസ് എനർജി, ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും പോപ്പുലർ ആയിട്ട് ഏറ്റവും ഈസിലി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് ആണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പൊല്യൂഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജീനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വൈദ്യുതിയാക്കി മാറ്റി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വൈദ്യുതിയായിട്ട് നേരിട്ട് ഉപയോഗിച്ച് നമുക്കിത് ലാഭകരമാക്കുന്നതിലും ഇരട്ടി വേഗത്തിൽ ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കുക്കിംഗ്. അതായത് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുക്കിംഗ് ആവുക. അപ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ നമ്മൾ മന്ത്ലി ഒരു കുറ്റി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചാൽ മതിയാവും. കാരണം മാക്സിമം കുക്കിംഗ് ഇൻഡക്ഷനിലോട്ട് പോകുമ്പോൾ ഇലക്ട്രിസിറ്റി ത്രൂ ആയിരിക്കും ഉപയോഗം വരുന്നത്. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് കാറുകൾ, സ്കൂട്ടറുകൾ, ഓട്ടോകളൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, അതിലൂടെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രകൃതിപരമായിട്ടുള്ള ഒരു സംരക്ഷണം കൂടിയാണ് നമ്മളിങ്ങനെ വീട്ടിലൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രീൻ എനർജീനെ അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന് നല്ലൊരു ശതമാനം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രീൻ ക്രെഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ മോട്ടീവ് അല്ലെങ്കിൽ ഗ്രീൻ ഇനിഷ്യേറ്റീവ് നമ്മളായിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നു. നമുക്ക് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സപ്ലൈ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ്, ഇങ്ങനെയുള്ള കാര്യം ഇപ്പം നല്ല ഡിസൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അറിയാം. അതിനൊരു അഡ്വാൻറ്റേജ് അറിയാം. പകൽ സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ കൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു 2 സോളാർ പാനൽ, 550 അല്ലെങ്കിൽ 600 വാട്ടിൻ്റെ 2 സോളാർ പാനലും ഒരു 2.5 3 kV ഇൻവേർട്ടറും, ഇപ്പോൾ നമുക്ക് ലിഥിയം ബാറ്ററീസ് 100 ആഴ്ച 25.6 വോൾട്ട് വരുന്നുണ്ട്. അതോ അല്ലെങ്കിൽ 150 ആഴ്ച ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപ കോസ്റ്റിലൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് ബാറ്ററി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ല ലിഥിയം ആണെങ്കിൽ അതിലും എളുപ്പം. അപ്പോൾ വല്ലപ്പോഴും പാനലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് വീട്ടിലൊരു 3 മുതൽ 4 യൂണിറ്റ് വരെ ഡെയിലി കിട്ടുകയും ചെയ്യും. പവർ സപ്ലൈ എപ്പോഴും ഉണ്ടാകും. കിച്ചണിൽ മിക്സി, ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുകയും ചെയ്യാം. വീട്ടിലുള്ള കംപ്ലീറ്റ് ഫാന്, ലൈറ്റ്, അതുപോലെ TV ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു 60 മുതൽ 80% ലോഡ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കൺവീനിയൻസിന് നമ്മൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്? അപ്പോൾ അവരെ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. പിന്നെ തീരെ കറണ്ട് ബില്ല് കുറഞ്ഞപ്പോൾ 500 രൂപ താഴെ കറണ്ട് ബില്ല് വരും, അല്ല 500-600 രൂപ കറണ്ട് ബില്ല് വരുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് ഇത് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മളിതിൻ്റെ സാമ്പത്തിക ലാഭം മാത്രം കൺസിഡർ ചെയ്യാതെ ഇത് തരുന്ന ഒരു എനർജി ഫ്രീഡം, ഇത് ഒരു ഗ്രീൻ എനർജി സോഴ്സ് ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ലാഭകരം തന്നെയാണ്. നമ്മുടെ പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസമാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നതിലൂടെ. നമുക്കറിയാം, നമ്മുടെ ഈ പീക്ക് ടൈമിൽ അല്ലെ വൈകിട്ട് സമയങ്ങളിലൊക്കെ നമ്മുടെ KSEB സപ്ലൈ നമുക്ക് തരുന്നത് നോർത്തേൺ ഗ്രിഡിൽ നിന്ന് പവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നോർത്തേൺ ഗ്രിഡിൽ
വണ്ടിയിലൊക്കെ നമുക്കറിയാം പവർ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി അല്ലെങ്കിൽ ഡീസൽ കത്തിച്ച് സ്റ്റീം ടർബൈൻസ് കറക്കുകയാണെന്നുള്ള കാര്യം അറിയാം. തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ് നോർത്തേൺ ഗ്രിഡിൽ കൂടുതലും പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കത്തിച്ചുണ്ടാക്കുന്ന പൊല്യൂഷൻ ഉണ്ടാക്കിയ ശേഷം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പൊല്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മളിവിടുത്തെ ഡിമാൻഡ് നമ്മൾ കുറയ്ക്കുന്നതിലൂടെ ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സ്രോതസ്സുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്രീൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടൂടെ കൺസിഡർ ചെയ്ത് സോളാർ പ്ലാന്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. ഇതിനകത്ത് സാമ്പത്തിക വശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതൊന്നും നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ വീട് പണിയുന്ന കൂടെ തന്നെ ഇപ്പൊ മഴവെള്ള സംഭരണി നമ്മുടെ നാട്ടിൽ വീട് പണിയുമ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്ന പോലെ തന്നെ സോളാർ പവർ പ്ലാന്റുകളും അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന് 50% എങ്കിലും സോളാറിൽ നിന്ന് സ്വന്തമായിട്ട് ഉൽപ്പാദിച്ച് ഉപയോഗിക്കണം എന്ന ഒരു റൂളുകളൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ വീടിന് വേണ്ടി വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 1% അല്ലെങ്കിൽ 0.5% ഇതിനോട് ചേർത്ത് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കൺസൾട്ടേഷന്, അതുപോലെ തന്നെ വയറിങ്ങിൽ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ പൊസിഷനിങ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നടക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിൻഡ് എനർജി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. അതായത് ഒരു പ്യൂർലി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് സോഴ്സുകൾ ഇതിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോളാർ, വിൻഡ് എനർജി, ബാറ്ററി, നമുക്ക് ഗ്രിഡ് സപ്ലൈ ഉണ്ടായി. അപ്പൊ 4 സോഴ്സുകളിൽ നമുക്ക് സപ്ലൈ ആവും. ഇപ്പോൾ ഒരു കാരണവശാലും വീട്ടിൽ പവർ സപ്ലൈ കാട്ടും. നല്ല കാറ്റും മഴയൊക്കെ പെയ്ത് കറണ്ട് KSEB ലൈനിലും ഇല്ല, നമുക്ക് സോളാറിൽ നിന്ന് അവൈലബിളും അല്ല, അങ്ങനെയുള്ള കേസാണെങ്കിൽ നമുക്ക് വിൻഡ് ടർബൈൻ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പവർ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ കോസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. കാരണം ഈ 4 സപ്ലൈ സോഴ്സ് കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവർ കണ്ടീഷനിങ് യൂണിറ്റുകൾ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ കോസ്റ്റ് ഇപ്പോഴുള്ള നിലവിലുള്ള സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിനെക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്കിവിടെ നിലവിൽ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് വിൻഡ് എല്ലാ സ്ഥലത്തും ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടൊക്കെ വിൻഡിന്റെ പാറ്റേൺ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലങ്ങളിൽ പോലും അപ് ടു ദ മാർക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോളാർ എനർജിയാണ് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഭൂമധ്യരേഖ പ്രദേശത്ത് ഉള്ള അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് സൂര്യപ്രകാശമാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സോളാർ പാനൽ ഒരു മൂവിങ് കമ്പോണന്റ് ഒന്നും അല്ലാത്ത വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 25-30 വർഷത്തേക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു 15 വർഷത്തേക്ക് ആവറേജ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോളാർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെ ഇതുപോലൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.